എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങൾ നോക്ക്, ഞങ്ങൾ ഓതിവെച്ച ഹദീസ് എവിടെയെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കാതെ, എവിടെയെന്ന് പോലും കണ്ടെത്താൻ സാധിക്കാതെ സാധുക്കള് വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്ത ഒരു രംഗം വളരെ വ്യക്തമായി ആ സംവാദത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, എന്റെ ഖബറിനു സമീപം വന്നുകൊണ്ട് ഓ നബിയേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചാൽ മുഹമ്മദ് റസൂലുള്ളാഹി ഉത്തരം നൽകുമെന്ന് പറയുന്ന ഈ പരിശുദ്ധമായ ഹദീസിനെ സംബന്ധിച്ച് ഒരക്ഷരം പഠിക്കാൻ പോലും അറിഞ്ഞില്ലെന്ന് മാത്രമല്ല, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ആദ്യം ഈ ഹദീസ് നിഷേധിക്കാൻ ശ്രമിച്ച മൗലവിമാരെ ഞങ്ങൾ പിടിച്ചു കിട്ടി എന്ന് മാത്രമല്ല, പിന്നീട് അത് ഹദീസാണെന്ന് സമ്മതിക്കേണ്ടുന്ന ഒരവസ്ഥയിലേക്ക് വഹാബി പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ എത്തുകയും പിന്നീട് ആ ഹദീസിന്റെ പേരിൽ രണ്ട് ന്യൂനതയുണ്ടെന്ന് പറഞ്ഞ് രംഗപ്രവേശനം ചെയ്യാനാണ് ഹനീഫ മൗലവി ശ്രമിച്ചത്. ഹനീഫ മൗലവി എന്ന് പറയുമ്പോൾ തന്നെ എനിക്കൊരു പേര് ഓർമ്മ വരികയാണ്. എന്ത് പറഞ്ഞാലും അയാൾക്കൊരു സ്വഭാവമുണ്ട്, അതിൽ ഇസ്തിഗാസയില്ല. ഇടമുട്ടം സംവാദം നിങ്ങൾ പരിശോധിച്ചു നോക്ക്, സമൂഹത്തെ വെറുപ്പിക്കുന്ന ഒരു സ്വഭാവം. എന്ത് പറഞ്ഞാലും അതിൽ ഇസ്തിഗാസയില്ല. സാധുവിന് എന്താണ് ഒരു വിഷയത്തിന് മറുപടി കൊടുക്കേണ്ടത് എന്ന് പോലും അറിയാത്ത ഒരവസ്ഥ. മുന്നിലിരിക്കുന്ന സ്വന്തം അനുയായികളെ പോലും നാണിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവരെത്തിപ്പെട്ടു. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഹനീഫ കായക്കൊടിക്കൊക്കെ ശമ്പളം പറ്റേണ്ടുന്ന ഏറ്റവും വലിയ ബാധ്യത തന്നെ ഏത് പറഞ്ഞാലും അതിൽ ഇസ്തിഗാസയില്ല എന്ന് പറയാലാണ്. അങ്ങനെ പറഞ്ഞാലേ മൂപ്പർക്ക് കിട്ടേണ്ടുന്ന ശമ്പളം കിട്ടുകയുള്ളൂ. അതുകൊണ്ടാണല്ലോ ഇടമുട്ടത്ത് ഇടയിൽ മുട്ടേണ്ടി വന്നത്. ഈ ഹദീസിനെ സംബന്ധിച്ച് ന്യൂനതയുണ്ടെന്ന് പറഞ്ഞ മുജാഹിദ് മൗലവിമാരെ പിടിച്ചുകെട്ടി എന്ന് മാത്രമല്ല, എവിടെ ന്യൂനത, രണ്ട് ന്യൂനത എവിടെ എന്ന് ആവർത്തിച്ച് ചോദിച്ച് ചോദ്യത്തിന്റെ മുമ്പിൽ പൂർണ്ണമായും പരാജയം സമ്മതിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന് അവിടെ സംഭവിച്ചത്. എത്രത്തോളം എന്നറിയുമോ? അൽബാനിയുടെ ഗ്രന്ഥം വരെ ഞങ്ങൾ ഉദ്ധരിച്ചു. അൽബാനി വരെ തന്റെ സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ എന്ന് പറയുന്ന ഗ്രന്ഥം, ഈ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ആ ഹദീസിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞിട്ട് ശേഷം പറയുന്നു, ഖുൽതു, ഞാൻ പറയുന്നു, നിങ്ങൾ പറയണ്ട. അൽബാനി പറയുകയാണ്, ഞാൻ തന്നെ പറയുന്നു, വഹാദാ ഇസ്നാദുൻ ജയ്യിദുൻ, നല്ല പരമ്പരയാണിത്, ഒരു കുഴപ്പവുമില്ല. ഒന്നുകൂടെ പറയാം, റിജാലുഹു കുല്ലുഹും സിഖാത്ത്, ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സർവ റിപ്പോർട്ടറും യോഗ്യരാണ്, ഒരയോഗ്യരും അതിൽ ഇല്ല തന്നെ എന്ന് വളരെ വ്യക്തമായി സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി അതിന്റെ 524 പേജ് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, എന്നിട്ട് അൽബാനിയുടെ ഗ്രന്ഥം പോലും കാണാത്ത മൗലവി ലാപ്ടോപ്പ് തുറന്നപ്പോൾ സാധു വെട്ടുപോയി. പിന്നിലിരിക്കുന്ന ഫൈസൽ മൗലവി എന്ന് പറയുന്ന മൗലവി, അയാള് ലാപ്ടോപ്പ് തുറന്ന് ഹദീസ് കണ്ടെത്തി എന്ന് മാത്രമല്ല, സാധുക്കൾക്ക് വായിച്ച് പഠിച്ച പരിചയം വേണ്ടേ, നേരെ താഴേക്ക് അങ്ങ് നോക്കിയപ്പോൾ ഫീഹി ഇല്ലതാനി എന്ന് കണ്ടു. എന്നിട്ട് ഹനീഫ മൗലവി പറഞ്ഞ പച്ചക്കള്ളം, അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ അവസാന ഭാഗം ശ്രദ്ധിക്കുക. അതിൽ കാണാം വളരെ വ്യക്തമായി അയാൾ പറയുകയാണ്, ഈ നിങ്ങൾ വായിച്ച 2 വരി താഴെയുണ്ട്, നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ ഫീഹി ഇല്ലതാനി എന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഏത് സുന്നി പ്രവർത്തകരോടും, ശബ്ദം ശ്രവിക്കുന്ന മുജാഹിദുകളോടും ഞാൻ ചോദിക്കട്ടെ, വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ വായിച്ചതിന്റെ നേരെ 2 വരി താഴെ ഫീഹി ഇല്ലതാനി എന്ന് കാണിച്ചു തന്നാൽ കോടികൾ നിങ്ങൾക്ക് ഇനാം പ്രഖ്യാപിക്കാനും നിങ്ങൾക്ക് ധൈര്യസമേതം അത് കാണിച്ചു തന്ന് കൊണ്ടുപോകാവുന്നതുമാണ് എന്നീ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കളവ് പറയരുത്. ഞാൻ കോട്ടക്കൽ സംവാദത്തിൽ വെച്ച് തന്നെ നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങൾ നുണ പറയൽ മത്സരത്തിൽ പങ്കെടുക്കുക, അച്ചമ്പടി ക്യാമ്പയിന് നടത്തുക, അങ്ങനെയുള്ള അശ്ലീല പ്രവർത്തനങ്ങൾ നടത്തുക. ദീന് പറയാൻ നിങ്ങൾ വരരുത്. ഞങ്ങളെ പണ്ഡിതന്മാരുണ്ട്, ഞങ്ങളെ മഹാന്മാരുണ്ട്, അവര്
ദീന് പറയും, നിങ്ങൾക്ക് ദീന് പറയാൻ അർഹതയില്ല. അതുകൊണ്ട് തന്നെ കളവാരോപണം നിങ്ങൾ ഇവിടെയും നടത്തി എന്ന് പറയുന്നത് എത്ര വളരെ മോശമാണ്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, സ്വന്തം മണികളെ പോലും നാണിപ്പിക്കും വിധം പച്ചക്കള്ളം പറഞ്ഞില്ലേ? നിങ്ങൾ വായിച്ചതിന്റെ 2 വരി താഴെ ഫീഹി ഇല്ലത്താനി എന്നുണ്ടോ? ഫീഹി ഇല്ലത്താനി എന്നത് മറ്റൊരു സംഭവമാണ്. ഫീഹി ഇല്ലത്താനി, അതിലാണ് 2 ഇല്ലത്തുള്ളത്. അതേ സമയത്ത് ഈ ഒരു സംഭവം എടുത്തുകൊണ്ട് ഞങ്ങൾ ഓതിവെച്ച, ഞങ്ങൾ വായിച്ചു വെച്ച ആ സുന്ദരമായ ഹദീസിനുമേൽ വെച്ച് കെട്ടി കള്ളപ്രചരണം നടത്തി സംവാദത്തിൽ വിജയിക്കാമെന്ന് ശ്രമിച്ച മൗലവിമാരുടെ വ്യാമോഹം അതാണ് എന്നേക്കുമായി അസ്തമിച്ചത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക. ഞാൻ ചോദിക്കട്ടെ, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന് ശിർക്ക് അനുവദനീയമാകുമോ? നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഒരു പ്രത്യേക വ്യക്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ നടത്തിയ സംഭവമാണിത്. ചോദിക്കട്ടെ, പ്രത്യേക സാഹചര്യത്തിൽ ശിർക്ക് അനുവദനീയമാണെന്ന് നിങ്ങൾ സമ്മതിക്കുമോ? പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേക വ്യക്തികൾക്ക് ശിർക്ക് അനുവദനീയമാണെന്ന് നിങ്ങൾ പറയുമോ? ഞാൻ ചോദിക്കുന്നു, മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആണെങ്കിലും ആരാണെങ്കിലും ശിർക്കാണെങ്കിൽ പാടില്ല എന്നല്ലേ ഇസ്ലാമിന്റെ നിയമം? നിങ്ങൾ ഓതാറില്ലേ? ലഇൻ അസ്റക്ത ലയഹ്ബതൻ അമലുക. നബിയെ, തങ്ങൾ പോലും ശിർക്ക് ചെയ്താൽ തങ്ങളുടെ സർവമാന പ്രവർത്തനങ്ങളും നിഷ്ഫലമായി പോകും എന്ന് നിങ്ങൾ പറയാറില്ലേ? എങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പോലും അനുവദനീയമല്ലാത്ത ഒരു പ്രവർത്തനം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അനുവദിച്ചു കൊടുത്തു എന്ന് നിങ്ങൾ പറയുമോ? ഇപ്പൊ ഒരു മറുപടി അവർ കണ്ടെത്തിയിട്ടുണ്ട്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രവർത്തനം നടത്തുന്നത്. എന്തിനു വിവരക്കേട് വിളിച്ചു പറയണം? മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനം, ലയൻസിലന്ന ഈസാ ഇബ്നു മറിയമ ഇമാമൻ മുഖ്സിതൻ വഹകമൻ അദ്ലാ. നീതിമാനായ വിധികർത്താവായിട്ടും ഇമാമായിട്ടുമാണ് അവസാന കാലഘട്ടത്തിൽ ഇറങ്ങി വരാറുള്ളത്. പ്രവാചകനായിട്ടല്ല, മുഅ്ജിസത്തിന്റെ ഭാഗമായിട്ടല്ല. മുസ്ലിം സമൂഹത്തിൽ നേതൃത്വ നായകനായി കടന്നു വരുന്നു മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം. തീർന്നില്ല, നിങ്ങൾ നോക്കുക, ഇവിടെ വഹാബി പ്രസ്ഥാനം ഏതെല്ലാമാണ് ഈ പരിശുദ്ധമായ ആദർശത്തിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുള്ളതെങ്കിൽ അതെല്ലാം ഇസ്ലാമിക ബൗണ്ടറിയിൽ പെട്ടതാണെന്നും, എന്താണ് തൗഹീദ്, ഏതാണ് ശിർക്ക്, ഏതാണ് ശിർക്കിന്റെ പരിധിയിൽപ്പെട്ടത്, ഏതാണ് തൗഹീദിന്റെ പരിധിയിൽപ്പെട്ടത് എന്നത് വളരെ വ്യക്തമായി പഠിപ്പിക്കാൻ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് ഈ സമൂഹത്തിൽ ചെയ്യുന്ന പ്രവർത്തന, ഇവിടെ നിങ്ങൾ ആരോപിച്ചിരുന്ന ശിർക്കൻ പ്രവർത്തനത്തെ ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ വളരെ വ്യക്തമായി തൗഹീദിന്റെ ഭാഗമായി പഠിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിന്റെ സമീപത്ത് വന്ന് അവിടെ നിന്ന് ഉത്തരം ലഭിക്കുമെന്ന പ്രതീക്ഷയോടെ റസൂലുള്ളാഹിയെ വിളിക്കുന്നത് ശിർക്കല്ല, അത് അനുവദനീയമാണ് എന്ന് പഠിപ്പിക്കാൻ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അവസാന കാലഘട്ടത്തിൽ കടന്നുവരും. ഇനി നിങ്ങൾ നോക്ക്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെ ആ പ്രവർത്തനം ഏറ്റെടുക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റെടുക്കുന്ന പ്രവർത്തനം അത് മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയാകില്ല. തന്റെ നേതൃത്വത്തിൽ സർവമാന ആളുകളും ആ പ്രവർത്തനം അംഗീകരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രസക്തി ഈ ഹദീസിലൂടെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത് എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതേ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം അബൂ യഅല തങ്ങൾ തന്റെ മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഹൈസമി മജ്മുഉസ് സവാഇദ് എന്ന് പറയുന്ന പരിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി, റിജാലുഹു റിജാലു സ്വഹീഹ്. ഈ ഹദീസിന്റെ റിപ്പോർട്ടർമാർ മുഴുവനും സ്വഹീഹായ റിപ്പോർട്ടർമാരാണ്. സ്വഹീഹായ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മഹാന്മാരാണ്. ഇമാം ബുഖാരിയുടെയും ഇമാം മുസ്ലിമിന്റെയും റാവികളിൽപ്പെട്ട ആളുകളാണ് എന്ന് വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം നിങ്ങളുടെ നേതാവ് അൽബാനി വരെ ആ കാര്യം സമ്മതിച്ചത് നിങ്ങൾ അംഗീകരിക്കുന്ന സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്നുകൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന ഒരാളും റസൂലുള്ളാഹിന്റെ ഖബറിന് സമീപം വന്ന് ഖബറിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന പ്രതീക്ഷയിൽ വിളിക്കുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. വിളിച്ചാൽ അവനും മുശ്രിക്കാണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. അതേ വഹാബികളെ, നിങ്ങളത് പറയണം. നിങ്ങളുടെ ശിർക്കൻ ആരോപണ
നിർമ്മാണത്തിന്റെ പോസ്റ്റിലേക്ക് നബിയുല്ലാഹി ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൂടെ നിങ്ങൾ വലിച്ചിഴച്ചിരിക്കുകയാണ്. അതുകൊണ്ട് മാന്യത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ശിർക്കെന്നും എന്താണ് തൗഹീദെന്നും അതിന്റെ മാനദണ്ഡങ്ങൾ എന്താണെന്നും വളരെ വ്യക്തമായി പൂർവീകരായ മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നതിൽ നിന്ന് പഠിക്കുക. അതാണ് ഞങ്ങളുടെ പണ്ഡിതന്മാര് നിങ്ങളോട് പറഞ്ഞത്. ദൈവമാണെന്നോ ദൈവത്തിന്റെ ഏതെങ്കിലും ഒരു ഗുണമുണ്ടെന്നോ വിശ്വസിച്ചുകൊണ്ട് ആരെയെങ്കിലും വിളിച്ചാൽ, ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ശിർക്കാണ്, തൗഹീദല്ല എന്ന് നമുക്ക് പറയാം. അതേസമയം അള്ളാഹുവാണെന്ന ലക്ഷ്യമില്ലാതെ, അള്ളാഹുവിന്റെ ഗുണങ്ങൾ ഉണ്ടെന്ന ലക്ഷ്യമില്ലാതെയും അള്ളാഹുവിന്റെ റസൂലാണ്, അള്ളാഹുവിന്റെ അടിമയാണ്, മുഅ്ജിസത്ത് നൽകപ്പെട്ട മഹാനാണ് എന്ന വിശ്വാസത്തോടെ മുഹമ്മദുർ റസൂലുള്ളാഹിയെ യാ റസൂലല്ലാഹ് എന്ന് ഈമാനുള്ള മുസ്ലിം വിളിച്ചാൽ അത് ശിർക്കല്ല കേട്ടോ, അത് തൗഹീദിന്റെ ഒരു ഭാഗം തന്നെയാണ്.